ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവത്തിന് പക്ഷപാതമില്ല. വിശ്വാസമുള്ളവനെന്നോ അവിശ്വാസിയെന്നോ നികൃഷ്ടനെന്നോ നീചനെന്നോ ദൈവത്തിൻ്റെ മുന്നിൽ കറുപ്പെന്നോ വെളുപ്പെന്നോ ആത്മീയമായി വളർച്ചയുള്ളവനെന്നോ ആത്മീയമായി അധപതിച്ചിരിക്കുന്നവനെന്നോ എന്നൊന്നും അവിടുന്ന് നോക്കുന്നില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ വിശുസുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നത്: അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ, അതാരെന്ന് നോട്ടമില്ല, വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. എല്ലാവരും ജീവൻ പ്രാപിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ ചരിക്കുവാൻ വേണ്ടി അവിടുന്ന് സദാ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വഴിയിലൂടെ പിൻചെല്ലുവാൻ, ദൈവമക്കളായി രൂപാന്തരപ്പെടുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു നമ്മുടെ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവിടുത്തെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ദൈവപിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മക്കൾക്കും ദൈവ പൈതലായി മാറുവാൻ അവിടുന്ന് അവകാശം നൽകപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്താലാണ് ഓരോ മക്കളും ജീവൻ പ്രാപിക്കുന്നത്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഓരോ മക്കളും ജീവൻ പ്രാപിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയർന്ന് ജീവിതത്തിലെ എല്ലാ വൈഷമ്യതകളെയും അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ വേണ്ടിയാണ് നമ്മെ ഓരോരുത്തരെയും ഇന്ന് ദൈവഹിതമനുസരിച്ച് പ്രാവർത്തികമാക്കുവാൻ, ദൈവം ഇഷ്ടമനുസരിച്ച് നമ്മെ ഓരോരുത്തരെയും വിളിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുവാൻ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടി ശക്തിയുള്ളവരായി ശക്തന്മാരായി തീരുവാൻ വേണ്ടിയാണ് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഓരോ മക്കളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയർന്നുകൊണ്ട് ദൈവമക്കളായി രൂപാന്തരപ്പെട്ടുകൊണ്ട് അവിടുന്ന് ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ യോഗ്യത ഉള്ള മക്കളായി തീർന്നിരിക്കുന്നു. നാം ഓരോരുത്തരും ദൈവവിശ്വാസം സ്വീകരിച്ച് യേശുവിലുള്ള വിശ്വാസം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ മക്കളെയും ശക്തി പ്രാപിക്കുവാൻ അനുഗ്രഹിക്കട്ടെ. വിശ്വാസം നമുക്ക് നേടിയെടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.